ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പഞ്ച് നമ്മൾ പൊതുവേ പാത്രം കഴുകാനാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് വെച്ചിട്ട് പാത്രം കഴുകാൻ മാത്രമല്ല, കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ടിപ്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മറുഭാഗം ഹാർഡായിട്ടുള്ള സ്പഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്പഞ്ചിൻ്റെ ഈ ഒരു സോഫ്റ്റായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹാർഡായിട്ടുള്ള ഭാഗത്തേക്ക് തട്ടുന്ന വിധത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഹാർഡായിട്ടുള്ള ഭാഗം കട്ടാവാൻ പാടില്ല കേട്ടോ. ആ ഒരു സോഫ്റ്റായിട്ടുള്ള ഭാഗം മാത്രം കട്ടാക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഒരു സ്പഞ്ച് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറഞ്ഞ ഗ്യാപ്പ് ഇട്ടിട്ട് 3 കട്ടിങ്ങാണ് ഞാൻ ഈ ഒരു സ്പഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്പഞ്ച് നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് കിട്ടും. ഫ്രഷ് ആയിട്ടുള്ളൊരു സ്പഞ്ചാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഒരു ചിന്ത ഉണ്ടാവും, എന്തിനാണ് ഈ നല്ല സ്പഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു തവണ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് റൗണ്ടിലുള്ള ഒരു സ്റ്റിക്കോ അതല്ലെങ്കിൽ പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടിപ്പോയിട്ടുള്ള കയ്യിലിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വേസ്റ്റായിട്ട് ഇട്ടേക്കുകയാണല്ലോ. അപ്പോൾ രണ്ടും നമുക്ക് ഈ ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് വെച്ചതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഫ്ലെക്സിബിളാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യട്ടെ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കിത് ഫ്ലെക്സിബിളായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു തവിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരിക്കലും അഴിഞ്ഞു പോരാത്ത കെട്ടായിരിക്കണം കേട്ടോ കെട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ടാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ഒരു ടാഗ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് നിങ്ങൾക്ക് കിട്ടുക. നല്ലൊരു ബ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത് പറ്റും കേട്ടോ. ഇനി ബാലൻസ് ഉള്ള ടാഗിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ടാഗെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഷ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് മക്കളുടെ വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ ഫ്ലാസ്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മോൻ്റെ വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കൈ വെച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ സാധാ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തും ആ ഒരു സൈഡുകൾ അതല്ലെങ്കിൽ അതിൻ്റെ അരികളെല്ലാം നമുക്ക് ക്ലീനായിട്ട് കിട്ടില്ല. എന്നാൽ ഈ ഒരു സ്പഞ്ച് ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് തട്ടുകയും ചെയ്യും, നല്ലപോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലേക്ക് കുറച്ച് ലിക്വിഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ സ്പഞ്ച് നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നനച്ചെടുത്ത സ്പഞ്ചിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതേപോലെ ബോട്ടിലിനുള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാം നമുക്ക് ആ ഒരു ഇതൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് നന്നായിട്ട് തന്നെ കയറി കിട്ടും കേട്ടോ. ഇനി സാധാരണ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്ന പോലെ തന്നെ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടൊന്ന് കഴുകി കൊടുക്കുക. ഈ ഒരു സ്പഞ്ച് ആകുമ്പോൾ അതിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ആ ഒരു സ്പഞ്ച് എത്തും, നല്ലപോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികും ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗമൊക്കെ നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ബ്രഷ് ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ എനിക്കത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോട്ടിലൊന്ന് കഴുകി കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഒരു സ്പഞ്ചിലേക്ക് നോക്കി ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഓരോ സ്പഞ്ചിൻ്റെ സൈഡിലും അഴുക്ക് പറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡുകളിലൊക്കെയുള്ള അഴുക്കാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ബോട്ടിൽ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്നും ക്ലീനായിട്ട് കിട്ടില്ല. ഇനി ബോട്ടിലൊന്ന് കഴുകിയെടുത്ത് വരാം. ഇപ്പോൾ ഇതാ ബോട്ടിൽ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ബോട്ടിലിൻ്റെ അടിവശത്തുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നല്ലപോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ മക്കളുടെ അഴുക്ക് പിടിച്ചിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ഒക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. മാത്രമല്ല നമുക്ക് കൈ വെച്ചിട്ട് മൂർച്ചയൊക്കെയുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പാടായിരിക്കും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്.
ഇനി അടുത്തതായിട്ട് ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഫ്ലാസ്ക്കാണ്. ഫ്ലാസ്കായിൽ നമുക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പാടാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിൽ വീണ്ടും ലിക്വിഡൊന്നും ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ബോട്ടിൽ കഴുകിയിട്ടുള്ള സ്പഞ്ച് ഉണ്ടല്ലോ, അതേ സ്പഞ്ച് തന്നെയാണ് ഞാനിത് കഴുകാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് ലിക്വിഡ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മളാക്കിയിട്ടുള്ള ആ ഒരു ലിക്വിഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ബ്രഷിൻ്റെ ഈ ഒരു ഭാഗം ഫ്ലാസ്കിനുള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പം ഞാനൊരു ടൈയും കൂടിയും അതിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ലൂസായപ്പം അപ്പോൾ ഇതിലൊക്കെ ടാഗ് ഊരി പോന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു ഫ്ലാസ്കിൻ്റെ അടിവശം വരെ ഇത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്ട്രെസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. 4 ഭാഗത്ത് ആ ഒരു സ്പഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുള്ള അഴുക്കും നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാ ഞാൻ എല്ലാ വശവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്രഷ് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലാസ്ക് ഒന്ന് കഴുകി കൊടുക്കാം. അപ്പോൾ ഞാനതാ ബ്രഷ് ഊരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫ്ലാസ്കിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാനതൊന്ന് കഴുകിയെടുത്ത് വരാം. അപ്പോൾ അതാ ഫ്ലാസ്കും നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് കഴുകാൻ പാടുള്ള ബോട്ടിലുകളും ഫ്ലാസ്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഞാൻ വേറെ ഒരു സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു ഹാർഡായിട്ടുള്ള പോർഷനിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നടത്തി മാറ്റിയാൽ മതി. എന്നിട്ട് ഞാനതാ ഒരു കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഫുഡ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് സോസുകളൊക്കെ കിട്ടുന്ന കുഞ്ഞ് ബോക്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് ഉയരമുള്ള ബോട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്പഞ്ചിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ബോക്സൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സ്പഞ്ച് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി വലിയത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചധികം സ്പഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഈ ഒരു ബോട്ടിൽ അത്യാവശ്യം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ലിഡിൽ ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു ലിഡിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ പെർഫ്യൂം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് യൂസ് ചെയ്യാം. ഞാൻ പെർഫ്യൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്പഞ്ചിലേക്ക് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ കംഫർട്ട് യൂസ് ചെയ്യാം. പെർഫ്യൂം നല്ല രീതിക്ക് തന്നെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലിഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുള്ള അലമാരയിൽ കുറേ നാൾ നമ്മൾ ഡ്രസ്സുകൾ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷെൽഫിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതൊരു നെയ്യിൻ്റെ ബോട്ടിലാണ്. നെയ്യൊക്കെ കാലിയായതിനു ശേഷം നല്ലപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സ്പഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പഞ്ചിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു വായ് ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ആഴമുള്ള ഒരു ബോട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്പഞ്ചിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം കത്തി വെച്ചിട്ടൊന്ന് അടയാളം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള അതേ ഷേപ്പിൽ ഇത് കൈവച്ചിട്ടൊന്ന് അടർത്തി മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു പീസ് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്പഞ്ചിൻ്റെ ബാലൻസുള്ള ഭാഗത്ത് വീണ്ടും ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഒരു സ്പഞ്ചിൽ നിന്ന് ഇതുപോലെയുള്ള 2 പീസ് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസുള്ള കുഞ്ഞു പീസുകളെല്ലാം ഒന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഫില്ലായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ അടിഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം രണ്ടാമത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, നല്ല ഷേപ്പിലല്ലാതെ കട്ട് ചെയ്തിട്ടുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല ഷേപ്പിൽ കട്ട് ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഹൈറ്റിൽ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ്
ജാമോ ഒക്കെ കൊണ്ടുവരുന്ന ബോട്ടിലാണെങ്കിൽ ഇത്രയധികം സ്പഞ്ചൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പഞ്ച് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെയുള്ള പിന്നുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കുത്തി കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പിടിച്ച് പോവുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് വെച്ചത് എവിടെയാണെന്നുള്ള ഒരു ഓർമ്മ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരുപാട് സമയം നമുക്കതിന് മിസ് ചെയ്യാറുണ്ട്. എന്നാൽ അത് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സ്പഞ്ചിൽ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു പിന്നെ തുരുമ്പ് പിടിക്കുകയില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതിൻ്റെ പിറകെ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റായിട്ട് പോവുകയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പിന്നെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു റൗണ്ടിലുള്ള മുഴുവൻ പിന്നും ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാ പിന്നും ഇതിൽ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലിഡ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നമ്മളൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലുണ്ടായിരുന്ന പിന്നെല്ലാം ഇതിലേക്ക് ഞാൻ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും വേണമെങ്കിൽ ഒരുപാട് പിന്നുകൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ പിന്നൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ചും ടൈലൊക്കെ ഇട്ട ആളുകൾക്കാണെങ്കിൽ എന്തെങ്കിലും എണ്ണമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് തുടക്കുന്ന സമയത്ത് ആകെ സ്പ്രെഡായിട്ട് വഴുക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഓയിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ചധികം കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണയൊക്കെ ആ ഒരു സ്പഞ്ചിലേക്ക് കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് എണ്ണയില്ലാത്ത ഭാഗത്തും നമ്മളത് തുടക്കുമ്പോൾ സ്പ്രെഡാകും. മാത്രമല്ല അത് ടൈലൊക്കെ ആണെങ്കിൽ വഴുക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാവും. എന്നാൽ ഇതേപോലെ നമ്മൾ ആ സ്പഞ്ചിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പോന്ന് കിട്ടും. ഇപ്പോൾ ആ എണ്ണമയെല്ലാം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയായ ഭാഗത്ത് കുറച്ചധികം പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്നൊന്നുമില്ല, എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളതായാലും മതി. അതിനുശേഷം നല്ല ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണ വേറൊരു ഭാഗത്തേക്ക് ഒന്നും ആവുകയില്ല. ഒട്ടും എണ്ണയുടെ അംശം ഇല്ലാതെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കൗണ്ടർ ടോപ്പിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയുടെ ഒരു അംശം പോലും അതിലില്ല കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. എല്ലാ ടിപ്സിനെ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. പലപ്പോഴും നമ്മൾ ഡോറൊക്കെ അടക്കുന്ന സമയത്ത് ഓർക്കാതെ സ്പീഡൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡോറിൻ്റെ പിടി വരുന്ന ഭാഗം ഡയറക്റ്റ് ചുമരിൽ വന്നിട്ടാണ് അടിക്കുക. അപ്പോൾ ഒത്തിരി തവണ ഇത് റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് തന്നെ ചുമരൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. എന്നാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഒരൊറ്റ സ്പഞ്ച് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഒരു സ്പഞ്ച് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ആ ഒരു പിടി വരുന്ന ഭാഗത്ത് ചുമരിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു ഡോറ് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പിടി വരുന്ന ഭാഗം കണ്ട് സ്പഞ്ചിലാണ് ജാമാകുകയുള്ളൂ. ഡയറക്റ്റ് ആ ഒരു ചുമരിലേക്ക് അതിൻ്റെ എഫക്റ്റ് വരില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു പാത്രം കഴുകുന്ന സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.